Dear students, fourth sem Bcom BBA Cost Accounting സബ്ജക്റ്റിലെ ലേബർ എന്ന ചാപ്റ്ററിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലേബർ? ലേബർ റെഫേഴ്സ് ടു ദി വർക്ക് ഫോഴ്സ് എൻഗേജ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ ടു പ്രൊവൈഡ് സർവീസസ് ഓർ human effort required for the conversion of raw materials into finished goods is called labor. ഒരു ഓർഗനൈസേഷനിലെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ലേബർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വേർഡിലൂടെ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഹ്യൂമൻ എഫേർട്ടിനെ നമുക്ക് എന്ത് പറയാം, ലേബർ എന്ന് പറയാം. അങ്ങനെ ലേബേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡയറക്റ്റ് ലേബർ? Direct labor refers to the workforce directly engaged in the manufacturing operation. All workers engaged in the conversion of raw materials into finished goods constitute direct labor. Direct labor എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏത് വർക്കേഴ്സാണോ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നത്, ഏത് വർക്ക് ഫോഴ്സാണോ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുക. അതായത് റോ മെറ്റീരിയലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഏത് വർക്കേഴ്സാണോ എൻഗേജ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നത്, ആ എല്ലാ വർക്കേഴ്സിനും നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് ലേബർ ആണെന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ലേബർ? Indirect labor refers to the workforce not directly engaged in the manufacturing operation. It is a labor which cannot be identified with a particular job or process. Indirect labor എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യാത്ത വർക്കേഴ്സിനെ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ നമുക്ക് എന്താ പറയാം, ഇൻഡയറക്റ്റ് ലേബർ ആണെന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ടൈം കീപ്പിംഗ്? The process of recording the attendance time of workers is known as timekeeping. Timekeeping provides a record of the total time spent by the workers in the factory. അതായത് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയാം. അതായത് ടോട്ടൽ ടൈം, അതായത് വർക്കേഴ്സ് എത്ര ടൈം ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് വർക്കേഴ്സ് ഏത് ടൈമിനാണോ ഫാക്ടറിയിൽ വന്നിട്ടുള്ളത്, ഏത് ടൈമിനാണോ പോയിട്ടുള്ളത് എന്നുള്ള ടൈം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, ടൈം ബുക്കിംഗ്. Time booking is the recording of the time spent by the worker on different jobs or work orders carried out by him during his period of attendance in the factory. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം അല്ല റെക്കോർഡ് ചെയ്യുക, പകരം എന്താണ്, വർക്കേഴ്സ് എത്ര ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്കേഴ്സ് ഏതൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക, ടൈം ബുക്കിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. നേരെ മറിച്ച് ടൈം കീപ്പിംഗ് പോലെ വർക്കേഴ്സ് ഏത് ടൈമിനാണോ വന്നത്, ഏത് ടൈമിനാണോ പോയത് എന്നല്ല, പകരം എന്താണ്, വർക്കേഴ്സ് എത്ര ടൈം വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നോക്കുക, ടൈം ബുക്കിങ്ങിൽ നോക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് മസ്റ്റർ റോൾ? ഇറ്റ് ഈസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് ദി അറ്റൻഡൻസ് ഓഫ് വർക്കേഴ്സ്. മസ്റ്റർ റോൾ അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നാണ് ഇതിന് പറയുക. അതായത് വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിനെയാണ്, അറ്റൻഡൻസ് രജിസ്റ്ററിനെയാണ് നമ്മൾ മസ്റ്റർ റോൾ എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഐഡിൽ ടൈം? ഐഡിൽ ടൈം മീൻസ് ഡസ് നോട്ട് ഡു വർക്ക് ഓൺ എനി ജോബ്. The difference between attendance time and work time is known as idle time. It is the difference between time as per timekeeping records and the time as per time booking records. Idle time എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡസ് നോട്ട് ഡു വർക്ക് ഓൺ എനി ജോബ്. അതായത് നമ്മൾ ആ ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു വർക്കും ചെയ്യുന്നില്ല, ഒരു ജോബും ചെയ്യാത്ത ടൈമിനെയാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയാം. അതായത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈമിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയാം. അതായത് നമ്മളുടെ അറ്റൻഡൻസ് ടൈമും വർക്ക് ചെയ്യുന്ന ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഡിൽ ടൈം എന്ന് പറയാം. അതായത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പേഴ്സണൽ നീഡ്സിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിനെ, അതായത് വർക്ക് ചെയ്യാത്ത ടൈമിനെയാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയാം. നെക്സ്റ്റ്, നോർമൽ ഐഡിൽ ടൈം. ഇറ്റ് റെഫേഴ്സ് ടു ദി ഐഡിൽ ടൈം വിച്ച് ഈസ് നോർമൽ ആൻഡ് വിച്ച് കനോട്ട് ബി അവോയ്ഡഡ്. Some amount of time is bound to be lost in any manufacturing operation. Such expected loss of time is known as
നോർമൽ ഐഡിയൽ ടൈം. നോർമൽ ഐഡിയൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകുന്ന അതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഐഡിയൽ ടൈമിനെയാണ് നമ്മൾ നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയാം. ഏത് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ആണെങ്കിലും അവിടെ എന്തുണ്ടാവും, നോർമൽ ഐഡിയൽ ടൈം ഉണ്ടാവും. അതായത് നോർമൽ കേസിൽ എന്തുണ്ടാവും, ഐഡിയൽ ടൈം ഉണ്ടാവും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പേഴ്സണൽ നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഐഡിയൽ ടൈം ഉണ്ടാവും. വർക്ക് ചെയ്യാത്ത ടൈം ഉണ്ടാവും. അത്തരം ഐഡിയൽ ടൈമുകളാണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയാം. നെക്സ്റ്റ്, അബ്നോർമൽ ഐഡിയൽ ടൈം. It refers to ideal time due to abnormal reasons. It is any ideal time over and above the നോർമൽ ഐഡിയൽ ടൈം. അബ്നോർമൽ റീസൺസ് കാരണം ഉണ്ടാവുന്ന ഐഡിയൽ ടൈമാണ് ഇത് അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്താവാം, മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാം, അല്ലെങ്കിൽ പവർ ഫെയിലിയർ ഉണ്ടാവാം. അതൊക്കെ എന്താണ്, അബ്നോർമൽ റീസൺസ് ആണ്. അങ്ങനെ അബ്നോർമൽ റീസൺസ് കാരണം ഉണ്ടാവുന്ന ഐഡിയൽ ടൈമാണ് അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഓവർ ടൈം? ഓവർ ടൈം ഈസ് ദസ് the time worked by a worker over and above the normal working time. In other words, overtime is the excess of actual time worked over the normal time. അതായത് ഒരു വർക്കർ നോർമൽ വർക്കിംഗ് ടൈമിനേക്കാൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിനെയാണ് ഓവർ ടൈം എന്ന് പറയാം. അതായത് നോർമൽ ടൈമിനേക്കാൾ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് അവർ ആക്ച്വൽ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓവർ ടൈം എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് ഓവർ ടൈം പ്രീമിയം? The additional amount paid for overtime work is known as overtime premium. അതായത് ഓവർടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേജസിന്റെ പുറമെ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അഡീഷണൽ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഓവർടൈം പ്രീമിയം എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് പേറോൾ? Payroll is a sheet containing the details of wages payable to the worker. അതായത് ഓരോ വർക്കേഴ്സിനും കൊടുക്കേണ്ട വേജസിന്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഷീറ്റിനെയാണ്, വേജ് ഷീറ്റിനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയാം. അതായത് ഓരോ വർക്കേഴ്സിനും കൊടുക്കേണ്ടതായിട്ടുള്ള വേജസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റിനെ, വേജ് ഷീറ്റിനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയാം. നെക്സ്റ്റ്, ടൈം റേറ്റ് സിസ്റ്റം. അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം വർക്ക്ഡ് ബൈ വർക്കേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്കേഴ്സ് എത്ര ടൈം വർക്ക് ചെയ്തു എന്നതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം റേറ്റ് സിസ്റ്റത്തിലെ വർക്കേഴ്സിന് വേജസ് കൊടുക്കുക ടൈമിന്റെ ബേസിലായിരിക്കും. അവർ അവിടെ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നൊന്നും അവിടെ കൺസിഡർ ചെയ്യില്ല. പകരം എന്താണ്, എത്ര ടൈം അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഹവേഴ്സ് worked into rate per hour. Next, what is piece rate system? This system is based on the work done or the result of operation. Piece rate system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈം അല്ല കൺസിഡർ ചെയ്യുക, പകരം എന്താണ്, അവരുടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആണ്. അവർ എത്ര ടൈം എടുത്തു എന്നതിനല്ല അവർക്ക് വേജസ് കൊടുക്കുക, പകരം എന്താണ്, അവർ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. നെക്സ്റ്റ്, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. Explain the difference between direct labor and indirect labor. First point, it can be identified with the finished product. Indirect labor, it cannot be identified with the finished product. അതായത് ഡയറക്റ്റ് ലേബർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് ലേബർ ആണെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിന്റെ പാർട്ടാണ്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഓവർഹെഡിന്റെ പാർട്ടാണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് കനോട്ട് ബി കൺട്രോൾഡ് ഈസിലി. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വേരീസ് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് റിമെയിൻ ഫിക്സ്ഡ്. അതായത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് റിമെയിൻ ഫിക്സ്ഡ് ആണ്, മാറ്റമൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ചാർജ് ടു എ പെർട്ടിക്കുലർ കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. It cannot be directly charged to a particular cost center or cost unit but can only be apportioned. അതായത് ഡയറക്റ്റ് ലേബർ പെർട്ടിക്കുലർ കോസ്റ്റ് സെന്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ലേബർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി ചാർജ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ്, ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് അറ്റൻഡൻസ് ടൈം ഓഫ് വർക്കേഴ്സ്. Time booking, it is the recording of time spent by the workers on various jobs. Time keepingile attendance time ആണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. നേരെ മറിച്ച് ടൈം ബുക്കിങ്ങിൽ എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ വർക്കേഴ്സ് ഓൺ വേരിയസ് ജോബ്. ഓരോ ജോബിന് വേണ്ടിയിട്ടും വർക്കേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ള
ടൈമാണ് എവിടെ റെക്കോർഡ് ചെയ്യുക? ടൈം ബുക്കിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ടൈം കീപ്പിംഗ് ഇറ്റ് റെക്കോർഡ്സ് ദി ടോട്ടൽ ടൈം സ്പെൻഡ് ബൈ ദി വർക്കേഴ്സ് ഇൻ ദി ഫാക്ടറി. ടൈം ബുക്കിംഗ് ഇറ്റ് റെക്കോർഡ്സ് ഹൗ മച്ച് ടൈം ഈസ് യൂട്ടിലൈസ്ഡ് ഓൺ വേരിയസ് ജോബ്. അതായത് ടൈം കീപ്പിങ്ങിൽ വർക്കേഴ്സ് ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ടൈമാണ് റെക്കോർഡ് ചെയ്യുക. നേരെ മറിച്ച് ടൈം ബുക്കിങ്ങിൽ ഓരോ ജോബിന് വേണ്ടിയിട്ട് വർക്കേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ടൈമാണ് റെക്കോർഡ് ചെയ്യുക. ടൈം കീപ്പിംഗ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടൈം റെക്കോർഡിംഗ്. ടൈം ബുക്കിംഗ് ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ടൈം റെക്കോർഡിംഗ്. അതായത് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് ടൈം റെക്കോർഡിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ടൈം കീപ്പിംഗ് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദി എൻട്രൻസ് ഓഫ് ഫാക്ടറി ഓർ അറ്റ് ദി എൻട്രൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ടൈം ബുക്കിംഗ് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം കീപ്പിംഗ് ഡൺ ചെയ്യുന്നത് ഫാക്ടറിയുടെ എൻട്രൻസിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസിലോ ആയിരിക്കും. ടൈം ബുക്കിംഗ് നടത്തുന്നത് എവിടെയായിരിക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. ടൈം കീപ്പിംഗ് റെക്കോർഡ്സ് ഷോ ടോട്ടൽ ടൈം. ടൈം ബുക്കിംഗ് ഷോസ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ടൈം. അതായത് ടൈം കീപ്പിങ്ങിൽ എന്താ ചെയ്യുക? ടോട്ടൽ ടൈമാണ് റെക്കോർഡ് ചെയ്യുക. ടൈം ബുക്കിങ്ങിൽ എന്താ ചെയ്യുക? പ്രൊഡക്റ്റീവായിട്ടുള്ള അൺപ്രൊഡക്റ്റീവായിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമും പ്രൊഡക്ഷൻ നടക്കാത്ത ടൈമും റെക്കോർഡ് ചെയ്യും. ടൈം കീപ്പിംഗ് മെയിൻ പർപ്പസ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് പേറോൾസ് ഓർ വേജ് ഷീറ്റ്. ടൈം ബുക്കിംഗ് മെയിൻ പർപ്പസ് ഈസ് ദി അസർടൈൻമെൻറ്റ് ഓഫ് ലേബർ കോസ്റ്റ്. ടൈം കീപ്പിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ടൈം ബുക്കിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്താണ്? ലേബർ കോസ്റ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി മാനുവൽ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിങ്ങിലുള്ള മാനുവൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡാണുള്ളത്. അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെങ്കിൽ മസ്റ്റർ റോള്. രണ്ടാമത്തേത് ഡിസ്ക് അല്ലെങ്കിൽ ടോക്കൺ മെത്തേഡ്. അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് ഇത് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ രണ്ട് കോളംസ് ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് എൻട്രി ചെയ്യുമ്പോൾ സൈൻ ചെയ്യാനുള്ള കോളം, രണ്ടാമത്തത് ഫാക്ടറിയിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ സൈൻ ചെയ്യാനുള്ള കോളം. അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്ക് അല്ലെങ്കിൽ ടോക്കൺ മെത്തേഡ്. ഈ ഡിസ്ക് അല്ലെങ്കിൽ ടോക്കൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കേഴ്സിനും എന്ത് ചെയ്യും? ഒരു മെറ്റൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ടോക്കൺ കൊടുക്കും. ആ ടോക്കണിൽ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അവിടെ എൻട്രൻസ് ഓഫ് ദി ഫാക്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു ബോർഡിൽ എല്ലാ ഡിസ്കുകളും തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ വർക്കേഴ്സും വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവായിട്ടുള്ള ഡിസ്കുകൾ എടുത്തിട്ട് അടുത്തുള്ള ട്രേയിൽ അല്ലെങ്കിൽ ബോക്സിലേക്ക് ഇടുക. ഒരു ഷെഡ്യൂൾഡ് ടൈമിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യും? ആ ട്രേ അല്ലെങ്കിൽ ബോക്സ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. എന്നിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം പുതിയൊരു ബോക്സ് വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് കമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ലേറ്റ് കമേഴ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബോക്സ് എന്ത് ചെയ്യും? അവർ റിമൂവ് ചെയ്യും. അപ്പോൾ പിന്നീട് വരുന്ന ആൾക്കാരൊക്കെ എന്താണ്? അവിടെ ആ ഡിസ്ക് ബാക്കിയുണ്ടെങ്കിൽ, ആ ബോർഡിൽ ഡിസ്ക് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ബാക്കിയുള്ള ഡിസ്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന വർക്കേഴ്സ് എന്തായിരിക്കും? അന്ന് ലീവായിരിക്കും എന്ന് മനസ്സിലാവും. നെക്സ്റ്റ്, മെക്കാനിക്കൽ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിങ്ങിലുള്ള മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. ഒന്നാമത്തേത് ഡയൽ ടൈം റെക്കോർഡർ. ഈ ഡയൽ ടൈം റെക്കോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതായത് വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഇത് ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? ഒരു ക്ലോക്ക് മാതിരിയായിരിക്കും ഈ ഡയൽ ടൈം റെക്കോർഡർ ഉണ്ടാവുക. ആ ക്ലോക്കിൽ എന്തുണ്ടാവും? 150 ഹോൾസ് ഉണ്ടാവും, ഓട്ടകളുണ്ടാവും. ആ ഓരോ ഹോൾസിലും എന്തുണ്ടാവും? ഓരോ വർക്കേഴ്സിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ആ വർക്കർ ഫാക്ടറിയിൽ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ എന്ത് ചെയ്യുക? ആ ഹോളിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ഹോളിൽ എന്ത് ചെയ്യുക? പ്രസ് ചെയ്തിട്ട് തിരിക്കുക. അങ്ങനെ തിരിക്കുന്ന സമയത്ത് എന്താവും? ആ മെഷീൻ ഓട്ടോമാറ്റിക്കലി അവരുടെ അറൈവൽ ടൈം ഒരു പേപ്പറിലായിട്ട് റെക്കോർഡ് ചെയ്യും. നേരെ മറിച്ച് ഇനി ലേറ്റായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ആ റെക്കോർഡ് ചെയ്യുന്ന ടൈം റെഡിങ്ങിലാണ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ്, കീ റെക്കോർഡർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയൽ ടൈം റെക്കോർഡർ പോലെ തന്നെയാണ്. ഒരു ക്ലോക്ക് മാതിരിയാണ് ഉണ്ടാവുക. അതിലെന്തുണ്ടാവും? 150 ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഹോൾസിലും എന്തുണ്ടാവും? അവരുടെ ബിയറിംഗ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. ആ ഹോൾസിൽ എന്ത് ചെയ്യുക? ഓരോ ആൾക്കാർക്കും എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഓരോ കീ കൊടുത്തിട്ടുണ്ടാവും, ഓരോ താക്കോൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ബിയറിംഗ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ഓരോ വർക്കേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ആ ഹോൾസിൽ എന്ത് ചെയ്യുക? ഈ കീ ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? തിരിക്കുക. അങ്ങനെ തിരിക്കുന്ന സമയത്ത് എന്താവും? നേരത്തെ പോലെ മെഷീൻ എന്ത് ചെയ്യും? അവരുടെ അറ്റൻഡൻസ് ടൈം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്, കാർഡ് ടൈം റെക്കോർഡർ. കാർഡ് ടൈം റെക്കോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്കേഴ്സിനും അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും നെയിമും പതിച്ചിട്ടുള്ള ഒരു കാർഡ് അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കാർഡ് ഒരു മെഷീൻ അടുത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അവർ ഫാക്ടറിയിൽ എൻ്റർ ചെയ്യുന്ന ടൈമിൽ അവിടെ അടുത്ത് തന്നെ എന്തുണ്ടാവും? ATM മെഷീൻ പോലെയുള്ള ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിലേക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള കാർഡ് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ എന്താവും? അവരുടെ അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യപ്പെടും. അതാണ് കാർഡ് ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി പർപ്പസസ് ഓഫ് ടൈം ബുക്കിംഗ്. അപ്പോൾ ടൈം ബുക്കിങ്ങിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്?
ഒന്നാമത്തത് ഇറ്റ് അസർട്ടൈൻസ് ആക്ച്വൽ ടൈം ടേക്കൺ ടു ഡു വേരിയസ് ജോബ്. അതായത് ഓരോ ജോബിന് വേണ്ടിയിട്ട് ജോബ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ച്വൽ ടൈം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് അസർട്ടൈൻസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് ജോബ്സ് ഓർ പ്രോസസ്. ഓരോ ഡിഫറൻറ്റ് ജോബിൻ്റെയും അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെയും ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദി അറ്റൻഡൻസ് ടൈം ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്. അതായത് അവരുടെ അറ്റൻഡൻസ് ടൈം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താൻ പറ്റും. ഇറ്റ് അസർട്ടൈൻസ് ഐഡിയൽ ടൈം ബൈ കമ്പയറിംഗ് ദി അറ്റൻഡൻസ് ടൈം വിത്ത് ദി ടൈം ബുക്ക്ഡ്. അതായത് അവിടെ ഐഡിയൽ ടൈം ഉണ്ടോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? അറ്റൻഡൻസ് ടൈമും ടൈം ബുക്ക്ഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവിടെ ഐഡിയൽ ടൈം ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും, അസർട്ടൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇറ്റ് മെഷേഴ്സ് ദി എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ടൈം ബുക്കിംഗ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി കോസസ് ഓഫ് നോർമൽ ഐഡിയൽ ടൈം? നോർമൽ ഐഡിയൽ ടൈം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടൈം ടേക്കൺ വൈൽ മൂവിങ് ഫ്രം ദി എൻട്രൻസ് ഓഫ് ഫാക്ടറി ടു ദി പ്ലേസ് ഓഫ് വർക്ക്. അവിടെ എൻട്രൻസ് ഓഫ് ഫാക്ടറിയിൽ നിന്നും വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ടൈം വേണം. ആ ടൈം എന്താണ്? ഐഡിയൽ ടൈമാണ്. ടൈം ലോസ്റ്റ് ബിറ്റ്വീൻ വൺ ജോബ് ടു അനദർ. ഒരു ജോബ് കഴിഞ്ഞിട്ട് മറ്റൊരു ജോബ് എടുക്കുന്നതിനിടയ്ക്ക് എന്തുണ്ടാവും? കുറച്ച് ടൈം ലോസ്റ്റ് ആവുന്നുണ്ട്. അത് എന്താണ്? നോർമൽ ഐഡിയൽ ടൈമാണ്. നെക്സ്റ്റ്, ടൈം ടേക്കൺ ഫോർ സെറ്റിംഗ് അപ്പ് മെഷീൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമും ഐഡിയൽ ടൈമാണ്. നോർമൽ വെയിറ്റിംഗ് ഫോർ മെറ്റീരിയൽസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആ ടൈമും നോർമൽ ഐഡിയൽ ടൈമാണ്. ടൈം ഫോർ ലഞ്ച്, ടീ ബ്രേക്ക്, പേഴ്സൺ നീഡ്സ്. ലഞ്ചിനും ടീ ബ്രേക്കിനും പേഴ്സൺ നീഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈം എന്താണ്? നോർമൽ ഐഡിയൽ ടൈമാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി കോസസ് ഓഫ് അബ്നോർമൽ ഐഡിയൽ ടൈം? അബ്നോർമൽ ഐഡിയൽ ടൈം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി എന്താവുക? കംപ്ലൈൻറ്റ് ആവുക, ബ്രേക്ക് ഡൗൺ ആവുക. പവർ ഫെയിലിയർ, നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, കൃത്യസമയത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആവാതിരിക്കുക. സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്, സമരങ്ങൾ ഉണ്ടാവുക. ഫയർ, ഫ്ലഡ്, സ്റ്റോം, എർത്ത്, അതായത് തീപിടുത്തം ഉണ്ടാവുക, ഫ്ലഡ് ഉണ്ടാവുക, സ്റ്റോം ഉണ്ടാവുക, എർത്ത് ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? അബ്നോർമൽ ഐഡിയൽ ടൈമാണ്, അബ്നോർമൽ റീസൺസ് ആണ്. അങ്ങനെ അബ്നോർമൽ റീസൺസ് കാരണം ഉണ്ടാകുന്ന ഐഡിയൽ ടൈമാണ് അബ്നോർമൽ ഐഡിയൽ ടൈം. നെക്സ്റ്റ്, വാട്ട് ആർ ദി കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ? ലേബർ ടേൺ ഓവർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. അവോയ്ഡബിൾ കോസസ് ഉണ്ട്, അൺഅവോയ്ഡബിൾ കോസസ് ഉണ്ട്. അവോയ്ഡബിൾ കോസസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ജോബ്, അതായത് ജോബിൽ താല്പര്യമില്ലായ്മ. നെക്സ്റ്റ്, പ്യുവർ വർക്കിംഗ് കണ്ടീഷൻ എന്താണ്? അത്രത്തോളം മോശമാണ്. ലോ വേജസ് ലോ ആണ്. ലാക്ക് ഓഫ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇല്ല. ലാക്ക് ഓഫ് പ്രൊമോഷൻസ് കിട്ടണില്ല. ലോങ് ഹവേഴ്സ് ഓഫ് വർക്ക്, കൂടുതൽ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരിക. ഇന്നാഡിക്വേറ്റ് വെൽഫെയർ മെഷേഴ്സ്, കൃത്യമായിട്ടുള്ള വെൽഫെയർ മെഷേഴ്സ് ഇല്ലാതിരിക്കുക. അൺഹാപ്പി റിലേഷൻസ് വിത്ത് ഫെലോ വർക്കേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സായിട്ട് എന്ത് ചെയ്യുക? ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുക. നെക്സ്റ്റ്, അൺഅവോയ്ഡബിൾ കോസസ് എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, അതായത് റിട്ടയർമെൻറ്റ് ആവുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക. ആക്സിഡൻറ്റ് ഓർ ഇൽനെസ്, മാരേജ്, ലിവിങ് ഫോർ ബെറ്റർ പ്രോസ്പെക്ട്സ്, ഡിസ്ലൈക്ക് ഓഫ് ദി ജോബ്, ഇൻസബോർഡിനേഷൻ ഓഫ് വർക്കേഴ്സ്. ഇത്രയാണ് കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ കോസസ് ഓഫ് ലേബർ ടേൺ ഓവറിൽ എന്താ ലേബർ ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡിനുള്ളിൽ എത്ര ലേബേഴ്സ് ഓർഗനൈസേഷൻ വിട്ടു പോകുന്നുണ്ട്, എത്ര വർക്കേഴ്സ് ഓർഗനൈസേഷനിൽ നിന്നും ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര വർക്കേഴ്സ് ഓർഗനൈസേഷനിലേക്ക് അപ്പോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നതിൻ്റെ റേഷ്യോ ആണ് ലേബർ ടേൺ ഓവർ എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലേബർ ടേൺ ഓവർ? ലേബർ ടേൺ ഓവർ കാണാൻ വേണ്ടിയിട്ട് 3 മെത്തേഡാണുള്ളത്. ഒന്നാമത്തേത് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കുക, സെപ്പറേഷൻ്റെ ബേസിലായിരിക്കും. എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർഗനൈസേഷനിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്, ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ഡ്യൂറിങ് എ പീരീഡിനുള്ളിൽ ഓർഗനൈസേഷനിൽ നിന്നും എത്ര വർക്കേഴ്സ് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്, അതിൻ്റെ ബേസിൽ ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയാം. അങ്ങനെ ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് സെപ്പറേഷൻസ് ഡ്യൂറിങ് എ പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദി പീരീഡ് ഇൻറ്റു 100. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് അപ്പോയിൻ്റ് ആയിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലായിരിക്കും ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ലേബർ ടേൺ ഓവർ ഈക്വൽ ടു നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് എ പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദി പീരീഡ് ഇൻറ്റു 100. നെക്സ്റ്റ്,
Flux method. It is calculated on the basis of both the separations and the replacement. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സെപ്പറേഷൻ മെത്തേഡും റീപ്ലേസ്മെന്റ് മെത്തേഡും ഒരുമിച്ച് കൂടിയിട്ടുള്ള മൂന്നാമത്തെ മെത്തേഡാണ് ഫ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ലേബർ ടേൺ ഓവർ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് സെപ്പറേഷൻസ് പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം? First, advantages. It is simple to understand and easy to operate. Operate ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ എന്താണ് സിമ്പിൾ ആണ്. ഇറ്റ് ഗ്യാരണ്ടീസ് മിനിമം വേജസ് ടു ദി വർക്കേഴ്സ്. വർക്കേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യും? മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യും. ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ബിക്കം സുപ്പീരിയർ. ഇവിടെ എന്തായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദി വർക്കേഴ്സ് ആൻഡ് ദി ട്രേഡ് യൂണിയൻസ്. വർക്കേഴ്സിനും ട്രേഡ് യൂണിയൻസിനൊക്കെ എന്തായിരിക്കും? ഇത് ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഇറ്റ് എൻഷുവേഴ്സ് കെയർഫുൾ ഹാൻഡിലിംഗ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്. ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ നല്ലോണം സമയം എടുത്തിട്ട് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്. ദിസ് സിസ്റ്റം ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു വർക്ക് ഹാർഡ്. നല്ലോണം വർക്ക് ചെയ്യുന്ന ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ കൊടുക്കാൻ പറ്റില്ല? ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഐഡൽ ടൈം ഈസ് കൺസിഡറബിളി ഇൻക്രീസ്ഡ്. ഇങ്ങനെയാണെങ്കിൽ ഈ ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഐഡൽ ടൈം കൂടും. വർക്കേഴ്സ് ബിക്കം ലേസി ആൻഡ് ട്രൈ ടു അവോയ്ഡ് വർക്ക്. വർക്കേഴ്സ് എന്താവും? മടിയന്മാരും അതേപോലെ തന്നെ വർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ലേബർ കോസ്റ്റ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. ഇങ്ങനെയാണെങ്കിൽ ലേബർ കോസ്റ്റ് നമുക്ക് മുന്നേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം? First, advantages. The system recognizes the efficiency of workers. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ് ടു വർക്ക് ഹാർഡ്. നല്ലോണം വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റും. വർക്കേഴ്സ് വിൽ ട്രൈ ടു അഡോപ്റ്റ് ബെറ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ അഡോപ്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ഐഡിൽ ടൈം വിൽ ബി റെഡ്യൂസ്ഡ് ടു ദി മിനിമം. അതായത് ഐഡിൽ ടൈമർ കുറക്കാൻ പറ്റും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ലെസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലാർജർ ഔട്ട്പുട്ട് വിച്ച് വിൽ ലീഡ് ടു ദി ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ പ്രോഫിറ്റ്. കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്. ദി ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഈസ് ലൈക്ലി ടു ഫോൾ. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? കുറയും. ദർ ഇസ് നോ ഗ്യാരണ്ടി ഓഫ് മിനിമം വേജ്. ആർക്കും ഗ്യാരണ്ടി ഓഫ് മിനിമം വേജസ് കിട്ടില്ല. ദർ മേ ബി സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക്. അവിടെ എന്തുണ്ടാവാം? ഡിഫക്റ്റീവ് വർക്കുകൾ ഉണ്ടാവാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു ഫിക്സ് ആൻ ഇക്വിറ്റബിൾ പീസ് റേറ്റ്. നല്ല രീതിയിലുള്ള പീസ് റേറ്റ് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹറിയഡ് നാച്ചർ ഓഫ് വർക്ക് മേ ലീഡ് ടു മോർ ആക്സിഡൻറ്റ്. ധൃതി പിടിച്ചുള്ള വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവാം? ആക്സിഡൻസ് കൂടാവാം. നെക്സ്റ്റ്, ലോങ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ടൈം കീപ്പിംഗ്? വാട്ട് ആർ ദി ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്? വാട്ട് ഈസ് ടൈം ബുക്കിംഗ്? What are the different methods of time booking? What is labor turnover? What are the causes of labor turnover? How will you treat the cost of labor turnover in cost accounts? ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ലേബർ എന്ന ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്.